ഞാനും എവിടെ പോണ്? മെഡൽ ഇട്ടിട്ട് വരണ മെഡലാ? എന്നുവെച്ചാ ക്ലിപ്പ് ചെയ്യണത് എങ്ങനെ അന്ന് ഈ മന്ദാര ഒരു മണ്ടത്തരം കാണിച്ചെന്നാ. എന്താ? ഞാൻ സ്നൈപ്പിനെയും ഇവരെയൊക്കെ ഒന്ന് കൊല്ലാൻ വേണ്ടി വണ്ടി ബോംബ് വെച്ച് എന്നിട്ട് ആ വണ്ടി പുതുക്കി നിർത്തിയിട്ടേക്കായിരുന്നു. അപ്പൊ SRR 4 പേര് ആ വണ്ടി എടുത്തോണ്ട് പോയി പൊട്ടിത്തെറിച്ച് ചത്തു. അവിടെ അൽഫാം പോലെ കിടക്കുന്ന അവിടെ അൽഫാം പോലെ കിടക്കണം. പോയാ എന്നിട്ടില്ല മനസ്സിലായത് അപ്പൊ തന്നെ ചാറ്റില് മറ്റേ 40 1 2 3 മറ്റേ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേ ഇരിക്കുവായിരുന്നു. വല്ലവനും വെച്ച് കെണിയൊക്കെ എന്തിനാണ് ഇവന്മാര് പറക്കിക്കൊണ്ട് പോണേ? ഈ മനസ്സിലാവണില്ല ഇതൊക്കെ എന്ത് സംഭവം. വെറുതെ പോയ വള്ളി ഇപ്പൊ അമ്മമാര് പിടിച്ചതിലായില്ലേ? അവന്മാർക്കറിയാം നമ്മളാ ബോംബ് വെച്ചത്. പൊട്ടി ഉടനെ ഇട്ടാ 40 എന്നൊക്കെ പറഞ്ഞിട്ട്. ആണോ? രണ്ടരക്കണ്ണം പറന്നൊക്കെ നടപ്പുണ്ടായിരുന്നു മേടി കൂടെ. ഇനിയിപ്പോ അതിന് ഞാൻ സമാധാനം പറയണല്ലോ. ഇല്ലാണോ നമ്മളാണ് ആരോട് വണ്ടി എടുക്കാന്ന് മാത്രം അവരെന്നെ വണ്ടി എടുത്തോണ്ട് പോയതാ. മന്ദാരം നിനക്ക് ഇവിടെ വന്നപ്പോ ബുദ്ധി കുറഞ്ഞു എല്ലാവന്മാരെയും പോലെ. ഇല്ലാണ്ട നമ്മള് ഇതൊക്കെ വെച്ചാണ് അവന്മാര് വണ്ടി എടുത്തോണ്ട് പോയി. നമ്മളെടുക്കാന്ന് പറഞ്ഞ വണ്ടി കണ്ട അവന്റെ ആ ഒരു കോൺഫിഡൻസ് കണ്ട. സ്നൈപ്പിന്റെ സിറ്റുവേഷൻ ആവും എന്നുള്ള ഒരു കോൺഫിഡൻസ് കണ്ട. അവൻ റെക്കോർഡ് ചെയ്യാൻ പോയതാണ് മെഡലിടാൻ. എന്തൊരു സത്യം ഞാൻ ഈയിടെയായിട്ട് കുറച്ച് നോട്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഭയങ്കര എല്ലാവർക്കും പെണ്ണ്. അതെ അതിനൊരു കാര്യമുണ്ട് സ്പീഡ്. എന്താണെന്നറിയോ? ചില അമ്മമാരുടെ കേസ് ഞാൻ പറഞ്ഞുതരാവേ. ആരുടെ ഫോൺ അടിക്കണേ? ഞാൻ പറയാം. ചില അമ്മമാരുടെ കേസ് ഞാൻ പറയാവേ. ചില അമ്മമാർ എന്തെന്നറിയോ സ്പീഡേ? സിറ്റി വന്നിട്ട് ഏതെങ്കിലും പെമ്പിള്ളാരുടെ കൂടെ പോകും. എന്നിട്ട് ഓസിയിൽ അവളെ കറക്റ്റ് ചെയ്ത് സെറ്റ് ആക്കും. പിന്നുണ്ടല്ലോ ഇവന്മാർക്ക് കപ്പിളാർപ്പിന്ന് കേൾക്കുന്നത് ഭയങ്കര പൊളിച്ചില്ല. അങ്ങനെ കുറച്ച് അവന്മാരുണ്ട്. ഞാൻ മെയിനായിട്ട് അങ്ങനെ കുറച്ച് ആൾക്കാരെ നോട്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവന്മാരാണ് പിന്നെ വന്ന് പെൺവിരോധം മെയിനായിട്ട് എന്റെ അടുത്ത് പറയുന്നത്. ഒന്നത് നീല അത് സ്പീഡിന്റെ കാര്യമല്ല. നമ്മള് ഓവറോൾ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. വേറെ കുറച്ച് ആൾക്കാരെന്ന് പറഞ്ഞാൽ സംസാരിച്ചോ? അയ്യോ എന്താടാ ചുച്ചിട് പറ. അയ്യോ നിനക്ക് എത്ര വയസ്സുണ്ട്? അണ്ണാ ഇവന് ശരിക്കും 10 വയസ്സേ ഉള്ളൂ. 10 വയസ്സോ? ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ട് വാ കാണാം. ഓ വാ കേട്ടാ ദേഷ്യം തോന്നണ്ട. ഇപ്പൊ അങ്ങനെയാ നിങ്ങളെ ബ്രദേഴ്സിന്റെ അടുത്ത് പറഞ്ഞു. എന്താ മോനെ പേര്? എന്തോ? അപ്പുക്കുട്ടൻ. ഫുഡ് ആണാ? അയ്യോ നിന്നെ കണ്ടതിൽ എനിക്കും ഭയങ്കര സന്തോഷം. ഞാൻ കൊറേ നാളായി കൊച്ചു പിള്ളേരോടൊക്കെ സംസാരിച്ചിട്ട് ഈ മുതുക്കന്മാരോടൊക്കെ സംസാരിച്ച് മടുത്തു. ഓ വൈഞ്ഞക്ക സന്തോഷായോ? ആണോ? എന്നെ എങ്ങനെ അറിയാം? സിറ്റിയിലൊക്കെ കണ്ടിട്ടില്ലേ എന്നെ? കണ്ടിട്ടില്ലേ? പിന്നെ എങ്ങനെ അറിയാം എന്നെ? പിന്നെ നിന്നെ ഞാൻ ആ കടയിൽ എത്ര വട്ടം കണ്ടിട്ടുണ്ട്. സൈഡിൽ കട നിൽക്കുന്ന കാറിൽ പോകുന്ന സമയത്ത്, കാറിലൊക്കെ പോകുന്ന സമയത്ത് നീ സൈഡിൽ ഫുഡ് മേടിക്കുന്ന കടയിലൊക്കെ നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ നിനക്ക് എന്നെ എങ്ങനെ അറിയാം? അറിയാം അത്രേ ഉള്ളല്ലേ? അയ്യോ പോട്ടെ നീ പറയണ്ട. നീ എത്ര നാളായി സിറ്റിയിലൊക്കെ വന്നിട്ട്?
സിറ്റി വന്നിട്ട് എത്ര 3-4 മാസമായി. 3-4 മാസമായോ? അയ്യോ, അപ്പൊ ഇവിടെ എല്ലാരെയൊക്കെ അറിയോ? സ്നൈപ്പിനെ അറിയാം. സ്നൈപ്പിന് ഭയങ്കര ചാട. സ്നൈപ്പോ? സ്നൈപ്പ് മാമൻ അങ്ങനെ വിളിക്കണം. സ്നൈപ്പ് മാമൻ. ഇത് സ്നൈപ്പ് മാമൻ. സ്നൈപ്പ് മാമൻ എന്ന് അത്രയും വലുതാണ്. അയ്യോ, സ്നൈപ്പ് വലുതായി. നമ്മള് സേവ് ചെയ്തത് വലുതായിട്ടൊന്നും ആയിട്ടില്ലത്. ഇത് നീലം മാമൻ, ഈ മുണ്ടെടുത്തത്. ഇത് നീലം മാമൻ. ഇതിനകത്ത് ഏതാണ്? ഇത് സ്പീഡ് മാമൻ. ഈ വെള്ള ഉടുപ്പ് സ്പീഡ് മാമൻ. ഇത് മന്ദാരം മാമൻ. അതെ, ഇത് വാസോ. അല്ല, വാസോ ഉണ്ടെന്ന് വിളിച്ചാൽ മതി. അല്ലെ, വാസു മാമാന്ന് വിളിച്ചാൽ മതി. വാസു മാമൻ. എന്നെ അപ്പൂപ്പന്ന് വിളിച്ചാലും പ്രശ്നമില്ല. അതെ. ബാക്കി നമ്മുടെ കൂട്ടത്തിലുള്ളവരെയൊക്കെ അറിയാവോ? സാവേജ് മാമൻ. സാവേജ് മാമനെ അറിയാം. അത്ര വലുതായിട്ടില്ലല്ലേ? എന്താണ് ഉദ്ദേശിച്ചത്? പ്രായം കൊണ്ട് വലുതായിട്ടില്ലെന്നാണ് അവൻ ഉദ്ദേശിച്ചത്. എന്തായാലും മോനെ, നീ ആദ്യമായിട്ടാണോ ഇവിടെ ഇന്ത്യ ഗാംഗോസ് വരുന്നേ? ഏത് സീക്രട്ട് സ്ഥലം? അതെവിടാന്ന് എനിക്കൂടെ ഒന്ന് പറഞ്ഞു തരുമോ? കണ്ണാപ്പി മാമനാ? ഏറ്റവും ജാടെന്നാ എനിക്ക് തോന്നുന്നു. അയ്യോ, ജാടെന്നല്ല, ഒരു കഴിവില്ലാത്ത അവനാണ്. ഒരു കഴിവില്ലാത്തത്. ഒരു കഴിവില്ലല്ലോ, അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. നമ്മളെ കണ്ണാപ്പി മാമന്റെ ബ്രദർ ആണെന്ന് തോന്നുന്നു, SRK മാമൻ. ഓ, SRK മാമൻ നല്ല ആളാ. ശരിയാ. നന്ദിയുണ്ട്. ആരടുത്ത്? എല്ലായിടത്തും അല്ലേ? ഓക്കെ. ഇപ്പൊ എത്ര വയസ്സുണ്ട് നിനക്ക്? എനിക്ക് 10 വയസ്സ്. ഒരു 8 വർഷം കൂടെ കഴിഞ്ഞിട്ട് ടിവിയിലൊക്കെ വരാൻ വിളിച്ചാ വരുമോ? എനിക്ക് ഭയങ്കര ആഗ്രഹം ടിവി കയറണമെന്നല്ലേ? ഓ, പ്രായപൂർത്തിയാവാത്തവരെ നമ്മൾ എടുക്കത്തില്ലടാ. നമ്മൾ പ്രായപൂർത്തിയാവാത്ത അവസാനത്തെ റിക്രൂട്ട്മെന്റ് സ്നൈപ്പായിരുന്നു. സ്നൈപ്പിനെ എടുത്തതോടെ കൊച്ചു പിള്ളേരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി. അതുകൊണ്ട് സ്നൈപ്പിന് വലിയ പ്രായമായിട്ടൊന്നുമില്ല. അവന് നിന്നെ നീ അവനും തമ്മിൽ 5 വയസ്സിന് വ്യത്യാസം എന്തോ ഉള്ളു. നീ അവനും തമ്മിലെ നീ അവനും തമ്മിൽ 5 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ ആ മെച്യൂരിറ്റി അവന്റെ അടുത്ത് പ്രതീക്ഷിക്കാൻ മതി. പക്ഷെ വെടിയൊക്കെ വെക്കും ചെറുക്കൻ. നീയും വെടിയൊക്കെ വെക്കാൻ പഠിക്കണം. അപ്പൊ മോനെ, അതെ പ്രായമാവട്ടെ. ഞാൻ സത്യം പറഞ്ഞ ഭയങ്കര വലുതായിരുന്നു. ആണാ? എത്ര വലുതായപ്പോഴാ ടൈം ട്രാവൽ ചെയ്തത്? ഞാന് കേറി കുറച്ചാള് കഴിഞ്ഞപ്പോ ടൈം ട്രാവൽ ചെയ്ത് ഇങ്ങോട്ട് വന്നു. ഇത്രയും ചെറുതായി പോയി. ഒത്തിരി ചെറുതായി പോയല്ലേ? എന്നാ പിന്നെ ഒന്നുകൂടെ ടൈം ട്രാവൽ ചെയ്ത് തിരിച്ചു വലുതായി കൂടെ? എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് തിരിച്ചു വരാൻ, പക്ഷേ എന്താ ചെയ്യാനേ പറ്റുന്നില്ലേ? അപ്പൊ ഓക്കെ മോനെ, കണ്ടതേ സന്തോഷം. ഞങ്ങളെന്നാ അങ്ങോട്ട് പോയിട്ട് വരട്ടെ. എന്റെ ഫോണില്ലടാ മോനെ, എനിക്ക് ഫോണില്ല ഈ സിറ്റിയില്. ഞാനൊരു നല്ല ഉപദേശം തരാം നിനക്ക്. ഈ ഫോൺ വാങ്ങിക്കാൻ പറ്റാത്തോണ്ടല്ല എടാ മോനെ. ഇത്രയും വലിയ വീട് വാങ്ങിക്കാമെങ്കിൽ മാമന് ഫോൺ മേടിച്ചൂടെ? ഫോൺ മേടിക്കാത്ത എന്താന്ന് പറഞ്ഞാൽ മോനെ, ഫോണൊക്കെ ഇപ്പൊ ഉപയോഗിച്ചാൽ നമ്മൾ വഴി തെറ്റിപ്പോവും. മനസ്സിലായ? ഇവിടെ സിറ്റിയിൽ കുറെ ആൾക്കാരുണ്ട്. ഇല്ല, വിളിക്കാൻ എന്തിനാ? ഇപ്പൊ കണ്ടോ സ്നൈപ്പേ, കണ്ടോ വിളി കേട്ടു? എന്തിന് ഫോൺ? വിളിച്ചാ വിളിപ്പുറത്ത് നമുക്ക് പിള്ളേരുള്ളപ്പോ എന്തിനാണ് ഫോൺ? തമിഴ്നാട്ടിൽ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ വിളിക്കാം. ഇല്ല, നമുക്ക് അങ്ങനെ തമിഴ്നാടുമായിട്ടൊന്നും വലിയ പരിചയമൊന്നുമില്ല. തമിഴ്നാട് എവിടെയെങ്കിലും ഒക്കെ. മോന്റെ അച്ഛനും അമ്മയ്ക്ക് എന്ത് ചെയ്യുന്നു? അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്നു വെച്ചാല് കേവിയിലെ പഴശ്ശിയാണോ നിന്റെ അച്ഛൻ? അമ്മയാ? അമ്മയില്ല. അമ്മയില്ല.
ഷോ പഴശ്ശി. അപ്പം നിന്നെ എത്ര നാളായിട്ട് നിന്നെ ദത്തെടുത്തതാണോ അതോ ദത്തെടുത്തതാ? നിനക്ക് അങ്ങനെ ചോദിച്ചപ്പോ വിഷമം വന്നില്ല? വലിയ ആൾക്കാരെ കണക്ക് എനിക്ക് വിഷമൊന്നുമില്ല. വെരി ഹാപ്പി. സത്യല്ലേ? വെരി ഹാപ്പി. അപ്പൊ ഇന്ന് നിനക്ക് സന്തോഷമായിരിക്കും അല്ലേ? പിന്നല്ല, എന്റെ ഒരു കൂട്ടുകാരനും കൂടി ഉണ്ട്, എന്റെ ഒരു ചേട്ടനുണ്ട്. അണ്ണന്റെ എവിടെ പോയിന്ന് അറിഞ്ഞൂടാ. ഞാൻ കസ്റ്റംസിൽ പോയപ്പോ എവിടെയോ പോയി. നമുക്ക് ഒരു ദിവസം കാണാം, ഒരു ദിവസം അല്ലാതെ വെളിയിൽ കാണാം. ഓ ഓക്കെ, അപ്പൊ പോയിട്ട് വാ. നമ്പർ ഞാൻ കിട്ടുമ്പോ ഞാൻ തരാം. ഞാൻ ഇവന്മാരുടെ മേടിച്ചോളാം നിന്റെ നമ്പർ. മന്ദാരത്തിന്റെ ഉണ്ട് നമ്പർ, ഞാൻ മേടിച്ചോളാം. ഓക്കെ, അപ്പൊ ശരി, പോയിട്ടോ. സന്തോഷം കണ്ടതിന്. വെരി ഹാപ്പി. അയ്യോടാ സന്തോഷം മോനെ. എന്റെ മുഖം കണ്ടാ തോന്നാത്തത് ഭയങ്കര സന്തോഷമാണ്. എന്റെ ഉടുപ്പിൽ ഇരിക്കുന്ന ബാക്കിൽ ഒരുത്തൻ കണ്ടോ, ഒരു മുട്ടത്തലേൻ. അവന്റെ ഫോട്ടോ ഞാൻ മാറ്റുന്നുണ്ട്. മാറ്റിട്ട് ആരെങ്കിലും ഫോട്ടോ വെക്കും. ഞാൻ വിചാരിച്ച അവനെ മാറ്റിട്ട് നീ എന്റെ ഫോട്ടോ വെക്കുമെന്ന് എന്നോട് പറയാൻ പോവായിരിക്കും. അത് വെക്കും ചിലപ്പോ, പറയാൻ പറ്റത്തില്ല. ആരെങ്കിലും വെക്കും ചിലപ്പോ. ഈ സ്നൈപ്പ് കടന്ന് ഇങ്ങനെ ഇല്ല മറ്റേ കണ്ണാപ്പി മറ്റേ കൊമ്പൊക്കെ വെച്ച് വെക്കുന്നൊക്കെ ചിലപ്പോ ഫോട്ടോ ആക്കി വെക്കും. ലാസ് വേഗസ് എഴുതിയിരിക്കുന്നില്ലേ, അത് മാറ്റിയിട്ട് മണ്ടന്നോ എല്ലോ വെക്കും. കണ്ണാപ്പിയുടെ വെച്ചിട്ടല്ലേ? അത് കൊള്ളാം. അത് നൈസ് ആയിരിക്കും. പക്ഷെ കണ്ണാപ്പിയുടെ ഫോട്ടോ വെച്ച് നടക്കുന്നത് മോന്റെ സേഫ്റ്റിക്ക് നല്ലതല്ല. അതെനിക്കറിയാം. അതാണ് ഓസി ടോക്ക് വിൽ ലീഡ് ടു കിക്ക് ഓർ ബാൻ. നിന്നെയാ കേട്ടാ, നിന്നെയാണ് അത്. ഞാനൊന്നും ചെയ്തില്ല. നീ യൂട്യൂബിൽ കണ്ടെന്ന് പറഞ്ഞില്ലേ? പിന്നെ ഞാൻ അറിയാതെ പറഞ്ഞല്ലേ. ഓർത്ത് ചെയ്യുന്നുണ്ടല്ലോടാ, കഷ്ടല്ലേ. ഓക്കെടാ മോനെ, എന്നാ പോയിട്ടോ. കണ്ണാടിയൊക്കെ കണ്ണാടി വെക്ക ഒരെണ്ണം മേടിച്ചു വെക്കണം. നമ്മളൊക്കെ വയസ്സന്മാരായി പോയില്ലടാ മോനെ. അതാ ഇവരൊക്കെ ഇപ്പൊ പുതിയ പിള്ളേര്, ഇവരൊക്കെ അല്ലേ കണ്ണാടിയൊക്കെ വെച്ച് ചെത്ത് പയ്യന്മാരെ പോലെ നടക്കണേ. എന്റെ സ്റ്റൈൽ ഇപ്പോഴും പോയിട്ടില്ല, ഇപ്പോഴും ഉണ്ട്. താങ്ക്യൂടാ. പോയിട്ട് വരാം. ആരെല്ലാം ഒന്ന് കട്ട് ചെയ്യണേ പ്ലീസ്. അതാരെല്ലാം ഒന്ന് കട്ട് ചെയ്യണേ. ഓ ഈ പ്രായത്തിലൊക്കെ നോക്കാം ആണല്ലേ. ലൈസൻസ് ഉണ്ടോ നിനക്ക്? ക്ലാസ്സിൽ കൂടെ വെളിയിൽ കാണണ്ടേ എന്താ നടക്കുന്നതെന്ന്? 2 തലയാണേ വെച്ചേക്കുന്നത്. ഇതെല്ലാം കണ്ടിട്ടേ പോകാൻ പറ്റുള്ളൂ. ഓ അടിപൊളി. ബർത്ത്ഡേ 15/1/2005. എടാ നീ കള്ളത്തരം പറഞ്ഞല്ലേ? നടക്കണമെങ്കിൽ അതേ ഉള്ളൂ. 2005 എന്ന് പറഞ്ഞല്ലേ? അപ്പൊ അങ്ങനെ വെച്ച് നോക്കിയാ കുഴപ്പമില്ല എന്തായാലും. ഇത് പോയിട്ടോ, ചെല്ല കാണാൻ മോനെ. അപ്പൊ ഓക്കെടാ, ബൈ. ഇത് കാണുമ്പോ എനിക്ക് എന്റെ ടിൻഡു മോനെ ഓർമ്മ വരുന്നു. മോനെ ഡ്രൈവറായിട്ട് എടുക്കേണ്ടി വരും ഇനി. ചെറുക്കനോട് കുറച്ചു നേരം സംസാരിച്ചപ്പോ എനിക്ക് ജനിക്കാതെ പോയ എന്റെ മോനെ ഓർമ്മ വന്നു. ടിൻഡു മോനെ ഓർമ്മയില്ലേ നിനക്ക്? എന്താ ഒരു ഇമോഷൻ ഇല്ലാത്തത്? അവന് നല്ല പരിചയം ഉണ്ടാവും. അതെ, എന്നെയൊക്കെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അവന്. എനിക്ക് അസൂയൊന്നുമില്ല. നിനക്ക് എന്താ മന്ദാരം ഒരു ഇമോഷൻ ഇല്ലാത്ത? ഇടക്കിടക്ക് ഏമ്പൊക്കെ വിടുന്ന പോലെ.